ഓക്കെ ഓക്കെ ആൻസ്മറി. അപ്പൊ ആൻസ്മറിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഓൾമോസ്റ്റ് ആൻസ്മറിയുടെ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സി എം എ ഇന്റർ സ്റ്റുഡൻസിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരാളും കൂടെ ഉണ്ട്. ഓക്കെ, ആസിഫ് മുഹമ്മദ്. ഓക്കെ, ആസിഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ ആൻസ്മറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ആസിഫ് 2020 ബികോം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2020 ബികോം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ CMA എന്ന് പറഞ്ഞ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ CMA ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത സെയിം കോഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അന്ന് ഫൗണ്ടേഷൻ എഴുതി. 2022 ഞാൻ ആസിഫിനെ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ 2022 എനിക്ക് തോന്നുന്നത് ആസിഫ് ഇന്റർമീഡിയറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് ആസിഫ് CMA ക്വാളിഫൈഡ്, CMA ഫൈനൽ ബോത്ത് ഗ്രൂപ്പ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ്. ഓക്കെ, സെർച്ചിങ് ഫോർ ജോബ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാസ്. കോഴ്സ് കംപ്ലീറ്റ് ആയി നിൽക്കുന്ന ഒരാളാണ്. ഒരാൾ സെമി ക്വാളിഫൈഡ്, മറ്റേ ഫുള്ളി കംപ്ലീറ്റ് ആണ്. ഒരു 23-24 ഏജിൽ കംപ്ലീറ്റ് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഡിഗ്രിയും ഇതും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്നത്. അപ്പൊ ഡിഗ്രി റെഗുലർ കോളേജ് പഠിച്ചാണ്, കോളേജ് പഠിച്ചാണ്. ഓക്കെ, അപ്പോൾ ആസിഫിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, കാരണം ആസിഫിന് അതിൽ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഇന്റർമീഡിയറ്റിൽ ഫൈനൽ എത്ര അറ്റംപ്റ്റ് എടുത്തു പറയുന്നതിനെ കാട്ടിലും വെൽക്കം ആസിഫ്. താങ്ക് യു സാറേ. അപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2021 2022 സ്റ്റാർട്ട് ചെയ്താണ്. ബൈ 2026 കംപ്ലീറ്റ് ആയി. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തൊട്ട് തുടങ്ങുന്നില്ല. ആദ്യം ഇപ്പൊ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന രീതിയിൽ പ്രസന്റ് സിനാരി നോക്കുകയാണ്. ഒരു 6 വർഷം മനസ്സിൽ കൊണ്ട് നടന്നതാണോ അല്ലെ CMA എന്ന് പറഞ്ഞ കോഴ്സ്? ഒരു ഭാരം ഇറങ്ങി പോയ പോലെയാണോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്? സാറേ അതെ, ഇപ്പം സത്യം ചോദിച്ചാൽ ഇപ്പം എനിക്ക് ഒരു സ്ട്രെസ്സും ഇല്ല, ഒരു ആൻസൈറ്റിയും ഇല്ല. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യുന്നു. ഇപ്പം ഐ ഫീൽ മോർ പീസ്ഫുൾ നൗ ഡേയ്സ്. ഇപ്പം അതായത് ഞാൻ എന്റെ ഒരു പേഴ്സണൽ റീസെന്റ് എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഞാൻ എക്സാം ഹോളിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ബസ്സിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ബസ്സിൽ പോകുന്ന സമയത്ത് ഞാൻ മ്യൂസിക് ഒക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ ബസ്സിലൊക്കെ ഇരുന്നിട്ട് ഞാൻ പാട്ടൊക്കെ മ്യൂസിക് ഇടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. എക്സാം എങ്ങനെ ആയിരിക്കും, നമുക്ക് ഒരു മനസമാധാനം കാണത്തില്ല. നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന ഒരു പാട്ടോ ഒന്നും കേൾക്കാൻ ഒരു ടെൻഡൻസി നമുക്ക് മൈൻഡിൽ കാണത്തില്ല. എക്സാം ആയിരിക്കും നമ്മുടെ മൈൻഡിൽ എപ്പോഴും കാണുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവൻ ഞാൻ എക്സാം കുറച്ചും കൂടി അടുത്ത് വരാം. എനിക്കൊന്ന് വോയിസ് പറയുന്നത് ക്ലിയർ ആണ്. കുറച്ചും കൂടി അടുത്ത് വരാൻ പറ്റും? ഫോണിന്റെ അടുത്തേക്ക് കുറച്ച് വരാൻ പറ്റും? ഫോണിന്റെ അടുത്ത് കുറച്ച് വരാൻ പറ്റും? പറഞ്ഞു. അപ്പൊ സാറേ ഇപ്പൊ ഞാൻ ഇപ്പം റീസെന്റ് ആയിട്ട് ഇപ്പം പാസ് ആയതിനു ശേഷം ഞാൻ ഇപ്പം റീസെന്റ് ആയിട്ട് വീണ്ടും എനിക്ക് കുറച്ച് സ്ഥലത്ത് പോകണമായിരുന്നു. അപ്പൊ ഞാൻ മ്യൂസിക് എന്ത് ചെയ്തപ്പോൾ എനിക്ക് ഒന്നിനെ പറ്റി അറിയേണ്ട കാര്യമില്ല. ഒന്നും എന്നെ ബോധർ ചെയ്യുന്നില്ല, ഒന്നും അലട്ടുന്നില്ല. ഭയങ്കര ഒരു മനസ്സമാധാനം കിട്ടുന്നുണ്ട്. ഇപ്പം പാസ് ആയതിനു ശേഷം എനിക്ക് ആക്ച്വലി മ്യൂസിക് ഇപ്പൊ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെൻഡൻസി. മുമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രഷർ ആയിരുന്നു. ഇപ്പൊ എനിക്ക് ആ ഒരു പീസ്ഫുൾനെസ് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എന്റെ ജൂനിയേഴ്സ് ഇപ്പൊ ബാക്കിയുള്ളവർ ഇനി പാസ് ആകുമ്പം അവർക്ക് ഇത് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കിനെ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പം അവരത് പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര ഒരു എക്സ്ട്രീം പീസ്ഫുൾനെസ്. നമുക്ക് ഒന്നിനെ പറ്റി ബോധറേണ്ട കാര്യം വരുന്നില്ല ഇപ്പോ. അതാണ് ഇപ്പൊ എന്റെ കറന്റ് സിറ്റി. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന ഇനിഷ്യൽ ഡേയ്സ് ആണല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഏകദേശം 8-9 ഡേയ്സ് ആയി. അപ്പോ പറയുന്ന ഒരു ആസിഫിന്റെ വർത്താനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്കൊരു ഭാരം ഇറങ്ങിപ്പോയി. നമ്മളൊരു 6 വർഷം മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യം തലയിൽ നിന്ന് ഇറങ്ങി പോകുമല്ലോ അല്ലെ? അതെ സാർ, ഭയങ്കര സന്തോഷം. അപ്പൊ അതാ പറഞ്ഞ. അപ്പൊ ഞാൻ പറയണം, ഇപ്പൊ ഈ ആൻസ്മർ ആയിക്കോട്ടെ, ബൂത്ത് ഗ്രൂപ്പ് പാസ്സായി, ഒരാള് കോഴ്സ് കംപ്ലീറ്റ് നിൽക്കണം. അപ്പൊ ഇതൊക്കെ ടൈപ്പിൽ ഒരു വട്ടം ഒരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഞാൻ വിചാരിക്കും ഒരാൾക്ക് ക്ലാസ്സിൽ ഇപ്പൊ ലാസ്റ്റ് വീക്ക് എടുക്കുന്ന പറ്റും പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ കുറെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് 1 പാസ്സായി, ഗ്രൂപ്പ് 2 പാസ്സായി. അവരിപ്പോ സന്തോഷിച്ചോട്ടെ. ഇനി നിങ്ങൾ ഒരു വട്ടം കൂടി ഗ്രൂപ്പ് നമ്മുടെ CMA കോഴ്സിന് ആരെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വല്ലതും ചെയ്യാൻ പോകാറുണ്ടോ? ഇല്ലല്ലോ. CMA ഗ്രൂപ്പ് 1 കൂടെ ആരും എഴുതാൻ പോകാറില്ല. അപ്പൊ ഒരു വട്ടം ഈ CMA ഇന്റർ പാസ്സാവുന്ന ഒറ്റ സന്തോഷം. ഈ സന്തോഷം തന്നെ നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ ഇത് തന്നെ നിങ്ങൾക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ചെയ്യുക. ഗ്രൂപ്പ് പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. അപ്പോൾ നിങ്ങൾക്കാണ് ഇനി സന്തോഷം പെൻഡിങ്. അവർ ഓൾറെഡി സന്തോഷം അനുഭവിച്ചു കഴിഞ്ഞു. ഇതേ സന്തോഷം അവർ ഇനി അനുഭവിക്കും അല്ലേ? അതെ സാർ. ഓക്കെ, അപ്പൊ നീ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആദ്യം പറഞ്ഞ ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അത് തന്നെയാണ് പീസ് ഓഫ് മൈൻഡ് ആണ്. ഒരുപാട് കാര്യം ആഗ്രഹിക്കുന്നത് പോയി, അതായത് ഇത്തരം കുറച്ച് കഴിഞ്ഞാൽ പീസ്ഫുൾ എന്ന് പറയുന്നത് ആഗ്രഹിച്ച കാര്യം കിട്ടാൻ ഒരുപാട് ആഗ്രഹിച്ച് എടുത്ത് റിസൾട്ട് കിട്ടും. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. കേൾക്കുന്നില്ല? ചെറുതായിട്ട് വോയിസ് ബ്രേക്ക്. ഇപ്പൊ കേൾക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു 2 രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ. ചിലവർ പറയും ഒരുപാട് ആഗ്രഹിക്കായിരിക്കും, ഒരുപാട് അംബീഷ്യസ് ആവുമായിരിക്കും.
സമാധാനം, നമുക്ക് പീസ്ഫുൾ ഇല്ല എന്ന് പറയും. ചിലർ പറയുന്നുണ്ട് ആഗ്രഹിച്ചത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുക, ആഗ്രഹിച്ച് അത് നേടിയെടുക്കാൻ പറ്റണം. അത് നമ്മുടെ കോൺഫിഡൻസ്, അത് നമ്മുടെ പീസ്ഫുൾ കൊണ്ടുവരും. കാരണം നമുക്ക് സമാധാനം ചെയ്യാൻ പറ്റും. ഇത്രയും നാൾ നമ്മുടെ മനസ്സിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ മൈൻഡിൽ രണ്ട് മക്കളായിരുന്നു. നിങ്ങളുടെ മൈൻഡിൽ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. മാസം ഒരു 6 ഇയേഴ്സ് അത് ഒരു ബാങ്കിൽ കൊണ്ടു നടന്നു, അതിനുവേണ്ടി വർക്ക് ചെയ്തു, സ്റ്റേറ്റ് ആണ്. പക്ഷെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരു ഗ്രാറ്റുവിറ്റി ഓക്കെ. അപ്പൊ ഫസ്റ്റ് അത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഫുൾഫിലും വരുന്നത്. അപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഓക്കെ ആ ഒരു റിലീഫ് നിങ്ങൾ അറിയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇതിന് പലതാണ്. ആദ്യം ഒരു 6 ഇയേഴ്സ് ആണ്, 6 ഇയർ എന്താണെന്ന് അറിയാം, അപ്സ് ആൻഡ് ഡൗൺസ് അറിയാം. ഈ കോഴ്സിന്റെ ആസിഫിന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എക്സ്പ്ലോർ ചെയ്ത കോഴ്സ് ആയിരിക്കും ഇത്. ഇപ്പൊ കോഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതാണ് എനിക്ക് ചോദിക്കുന്നത്. അപ്പോൾ കുറെ ടൈമിൽ ഈ കോഴ്സ് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ള സിറ്റുവേഷൻ ചിലപ്പോൾ ഫേസ് ചെയ്യണം. ഇല്ലെങ്കിൽ വീട്ടിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ആണ്. ഇല്ലെങ്കിൽ ഫൈനലിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഫൈനലിൽ ഞാൻ ഓരോ അറ്റംപ്റ്റ് ആസിഫ് പാസ്സാവും എന്ന് വിചാരിച്ച് മെസ്സേജ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആസിഫിന്റെ മെസ്സേജ് വരാറില്ല. അപ്പൊ ഞാൻ ആസിഫിന്റെ അങ്ങോട്ട് ചോദിക്കാറില്ലല്ലോ, റിസൾട്ട് പാസ്സായി അങ്ങോട്ട് ചോദിക്കാറില്ല. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ആസിഫിന്റെ മെസ്സേജ് വരാറില്ല. അതിന്റെ അടുത്ത മാസത്തിന് ഏജ് ആയി എന്നല്ല, അതിന്റെ 23, 24, 24 വയസ്സേ ഉള്ള ആസിഫിന്. ഓക്കെ, അപ്പൊ ചോദിക്കുവാണ്, അന്ന് പലവട്ടം കോഴ്സ് ഡ്രോപ്പ് ചെയ്താണ്, ഇല്ലെങ്കിൽ ആസിഫിന്റെ പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ട് ഡിലേ പോകുന്നത്. ഇപ്പൊ അത് 1% ബാധിക്കുന്നുണ്ടോ? നേരത്തെ ആൻസർ വരുന്നത് ഇപ്പൊ അത് 0.1% ബാധിക്കുന്നുണ്ടോ? ആ ഡിലേ ഒരു ഇടയ്ക്ക് ഒരു 1 ഇയർ ഡിലേ വന്നു കാണും, ഇല്ലെങ്കിൽ 2 ഇയേഴ്സ് ഡിലേ വന്നു കാണും. ആസിഫ് പാസ്സാന്ന് വിചാരിച്ചിട്ട് 1 ഇയർ 2 ഇയർ ടൈം ലൈൻ വെച്ചാണോ? ആസിഫ് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്, പക്ഷെ എന്നാലും ഒരു 1 ഇയർ എക്സ്റ്റൻഷൻ വന്നു. ഇപ്പൊ ആ 1 ഇയർ അല്ലെങ്കിൽ എന്റെ 1.5 വർഷം എനിക്ക് പോയി എന്ന് പറഞ്ഞൊരു റിഗ്രറ്റ് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് 1% CMA കംപ്ലീറ്റ് ആയ ശേഷം. ഇല്ല സാറേ, എനിക്ക് നമ്മളത് ബോധർ ചെയ്തില്ല. നമ്മളിപ്പം പാസ്സായി കഴിയുമ്പോഴത്തേക്കും നമ്മളുള്ള ഫെയിലിയേഴ്സ് ഒന്നും നമ്മളെ മാറ്റർ ചെയ്തില്ല. ഇപ്പം വൺസ് എന്നല്ല, ഇപ്പം ചിലര് എനിക്കറിയാവുന്ന പേഴ്സൺ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം 7-8 അറ്റംപ്റ്റ്സ് ഒക്കെ എടുത്തിട്ട് പാസ്സാവുന്നവരുണ്ട്. അവർക്കെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ഭയങ്കര അവരൊക്കെ മെന്റൽ സിറ്റുവേഷൻ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. പക്ഷെ എന്നിട്ട് അവർ പാസ്സാകുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും മാറ്റർ ചെയ്തില്ല. ബേസിക്കലി നമുക്ക് ഈ നിർത്താനുള്ള ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പിയർ പ്രഷറോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ് നമ്മളെ കുറച്ച് ചിന്തിക്കുന്നതോ അങ്ങനെ ഒരു ടെൻഡൻസി വരുമ്പോഴത്തേക്കിനാണ് നമുക്ക് ജോബിലോട്ട് പോകാനായിട്ടുള്ള ഒരു ചിന്ത വരുന്നത്, അല്ലെങ്കിൽ കോഴ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള ചിന്ത വരുന്നത്. ഇപ്പം ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ CMA ഇന്റർ പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫൈനൽ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതുന്ന സമയത്ത് എനിക്ക് നല്ല തോൽവിയായിരുന്നു. 143 മാർക്കായിരുന്നു എനിക്ക് 200-ൽ. അപ്പം ഭയങ്കര ഒരു തോൽവിയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ശോകം സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇന്റർ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്റർ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഇന്റർ പാസ് ചെയ്ത സമയത്ത് എനിക്കൊരു ജോബ് വന്നായിരുന്നു. എനിക്കൊരു PSUവിൽ പബ്ലിക് സെക്ടറിലാണ് വന്നത്. അപ്പം അത് അവിടെ എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ വരെ വന്നതാണ്. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക, ഫിനാൻഷ്യൽ സിറ്റുവേഷനിലും പിന്നെ ഈ ഫാമിലി റിലേറ്റീവ്സിന്റെ ഒരു പ്രഷർ കാരണം ഞാൻ ജോബ് എടുത്താലോ എന്ന് എനിക്കൊരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ടൈമിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുള്ള. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മൈൻഡിൽ അപ്പം ഞാൻ ആലോചിച്ചു ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നുകൂടാ, ഈ തവണ ഫുൾ എഫേർട്ട് ഇടാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഇരുന്ന് ബാക്കിയുള്ള മന്ത്സ് ഇരുന്ന് പഠിച്ചു. ആ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു, ഫുൾ എക്സംഷൻ അടിച്ച് ക്ലിയർ ചെയ്തു. എനിക്ക് 143-ൽ നിന്ന് ഉണ്ടായിരുന്നത് ഞാൻ അതിന്റെ 2 ഇരട്ടിയിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ച് നെക്സ്റ്റ് ആ അറ്റംപ്റ്റിൽ ആ ഗ്രൂപ്പ് പാസ്സായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വെയിറ്റേജ് ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു തവണയാണ് ഒരു തവണ നമുക്ക് ഫെയിൽ ആവും വിചാരിച്ചു. ഫെയിൽ ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു പേപ്പർ പാറ്റേൺ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ അത് നമ്മുടെ സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സമയത്ത് നമുക്ക് ഏതൊക്കെ എക്സംഷൻ അടിക്കണമെന്നൊക്കെ ഒരു ചിന്ത നമുക്ക് അപ്പം ഉണ്ടാവും. അപ്പൊ ആ ഒരു തോട്ട് വെച്ചിട്ട് നെക്സ്റ്റ് ടൈം നമുക്ക് അത് സ്ട്രാറ്റജിക്കലി പഠിച്ചിട്ട് ഫുള്ള് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം എന്റെ ഒരു പേഴ്സണൽ അപ്പൊ ഞാനത് ആലോചിച്ചു. ഞാൻ ആ അറ്റംപ്റ്റിൽ എനിക്ക് ഗ്രൂപ്പ് പാസ് ആയതിനു ശേഷം ഞാൻ ആലോചിച്ചു, ഞാൻ ആ ജോബ് എടുത്തായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഈ ഒരു എന്തായാലും മേ ബി പാസ് ആവും, പക്ഷെ ഈ ഒരു മാർക്കോട് കൂടി പാസ് ആവാനായിട്ട് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. സോ ഉറപ്പായിട്ടും ഇതിന് നമ്മൾ അങ്ങനെ ഒരു ഫെയിലിയർ നമ്മളെ മാറ്റർ ചെയ്യത്തില്ല. 1% എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കത്തു കൂടിയില്ല. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചില്ല. പിന്നെ ഇപ്പം അങ്ങനത്തെ ഫെയിലിയർ ഉണ്ടായെന്നുള്ള സംഭവം പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. 301 മാർക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അപ്പൊ എന്നെ ഫെയിലിയർ ആ ഒരു സംഭവം എന്നെ മാറ്റർ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞ 143 ആയിരുന്നു ഫൈനലിൽ, CMA ഫൈനലിൽ 143 അത് 301 ആയിട്ടാണ് ആസിഫ് കൺവേർട്ട് ചെയ്തേക്കുന്നത് വിത്ത് 4 എക്സംഷൻ. അപ്പോ ഫൈനലിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഞാൻ തന്നെ പഠിച്ച സ്റ്റുഡൻസ് ഫൈനലിൽ എത്തിയവരുണ്ട്. ഓക്കെ,
നിങ്ങൾക്കുള്ള ടൈം ആയിട്ടില്ലെന്നല്ല പറയുന്നത്. നിങ്ങൾ എഫേർട്സ് ഇടുക. നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ കുറഞ്ഞു എന്ന് പറയുന്നില്ല. നമുക്ക് രണ്ട് കാര്യമുണ്ടല്ലോ, നമ്മൾ പഠിച്ചു കാണണം. അവിടെ വെച്ച് എക്സാം എഴുതാൻ പറ്റും, നമ്മൾ വിചാരിച്ച പോലെ എഴുതാൻ പറ്റണമെന്നില്ല. പല ഫാക്ടേഴ്സ്, ഞാൻ എപ്പോഴും പറയാൻ ഒരു 3 ഫാക്ടേഴ്സ്. ആഡ്യൂക്കേറ്റ് പ്രസന്റേഷൻ വേണം. ആഡ്യൂക്കേറ്റ് പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പാസ് ആകുള്ളൂ. കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം. കറക്റ്റായിട്ട് പ്രിപ്പയർ ആണെങ്കിൽ നമ്മൾ ഒരുപാട് കൺസിസ്റ്റന്റ് എഫേർട്ട് ഇടേണ്ടി വരും. അപ്പൊ ഈ 3 കാര്യങ്ങൾ ടിക്ക് വന്നാൽ നമ്മൾ പാസ് ആകും. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം ചിലവരാവുണ്ട് ഇതല്ല, ഇതെന്റെ അറ്റംപ്റ്റ് അല്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ വിചാരിക്കരുത്. ഇപ്പൊ ഈ അറ്റംപ്റ്റ് ഫെയിലിയർ എന്ന സെൻസ്, ആ ഓരോ അറ്റംപ്റ്റിൽ നിന്നാണ് നമ്മൾ കുറച്ച് മാർക്ക് അവിടുന്ന് പഠിച്ചാണ് നമ്മൾ ലാസ്റ്റ് ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്യുന്നത്. ചിലർ ഫസ്റ്റ് ചാൻസ് ക്ലിയർ ചെയ്യാൻ വീണ്ടും പറയണം എല്ലാവരും ഫസ്റ്റ് ചാൻസ് തന്നെ ക്ലിയർ ചെയ്യാൻ തന്നെ പഠിക്കുക, രണ്ടാമത്തെ ചാൻസ് ആക്കാനല്ല പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞാൽ 143 301 ഡിഫറൻസ് അറിയാം. അപ്പൊ ഇപ്പൊ ഫൈനൽ പഠിക്കുന്നവർ ആർക്കെങ്കിലും 180 ഇല്ലെങ്കിൽ 140 ഇല്ലെങ്കിൽ 130 എത്തുന്നവരുണ്ട്. ഇപ്പൊ എല്ലാവരും പറയും 180 എത്തുന്നവരാണ് അടുത്ത അറ്റംപ്റ്റ് പാസ് ആകുമെന്ന് പറയാറുണ്ട്. 140 എത്തിച്ച ഒരാൾക്ക് 300 എത്തിക്കാൻ 301 എത്തിക്കാൻ പറ്റും. 140 എത്തിച്ചാൽ 200 എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ പിന്നെയും ഫൈനൽ എത്തുമ്പോൾ എല്ലാവരും ഒരു സൊസൈറ്റി CMA സ്റ്റുഡൻസ് അല്ല, ചിലർക്ക് ഫൈനൽ കാലിബർ ആണ്, പക്ഷെ അവർ വർക്ക് ചെയ്യത്തില്ല. അപ്പൊ അവര് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, CMA ഫൈനൽ കിട്ടില്ല പറഞ്ഞു പറ്റില്ല. ഇന്റർ പാസ്സായിട്ട് എന്തുകൊണ്ട് ഫൈനലിസ്റ്റ് ഇറക്കാമെന്ന് ചോദിച്ചു. ഇന്ററിൽ ഇട്ട അതേ എഫേർട്ട് നിങ്ങൾ ഇന്റർമീഡിയറ്റ് ക്ലിയർ ആൻ എന്ത് എഫേർട്ട് ഇട്ടു, ആ എഫേർട്ട് തന്നെ സെയിം ഫൈനൽ ഇട്ടേണ്ടി വരും. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. അപ്പൊ ഫൈനലിൽ 2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ 2 ഗ്രൂപ്പിൽ ഈക്വൽ എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഒരാൾ പാസ്സായി, അടുത്ത ഗ്രൂപ്പ് അയാൾ പാസ്സാക്കുന്നില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ 4 ഗ്രൂപ്പ്. ആസിഫിന്റെ കേസ് ആണെങ്കിൽ ആസിഫ് ഏകദേശം 30 പേപ്പർ ഫൗണ്ടേഷൻ 4 പേപ്പർ, ഇന്റർമീഡിയറ്റ് 8 പേപ്പർ, ഒരു 20 പേപ്പർ പാസ്സായിട്ടാണ് ആസിഫ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ പാസ് പറഞ്ഞ പോലെ ഇടയ്ക്ക് ഫാമിലി പ്രശ്നം കുറെ കാര്യം പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാൻ ആവശ്യപ്പെടുന്ന തീരുമാനം നല്ലൊരു കാര്യം, ഇന്റർമീഡിയറ്റ് കിട്ടിയാൽ ജോലി കിട്ടും, ഫൈനൽ പാസ് അതിനേക്കാളും ബെറ്റർ ജോലി കിട്ടും. ഒരു കാര്യം പറയാം, ഫൈനൽ പാസ് ആയി കഴിഞ്ഞാൽ ബെറ്റർ പേ ആയിരിക്കും, ജോലി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ സൊസൈറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഏത് ജോലിക്കാരും നമുക്ക് വർക്ക് ലോഡ് കാണും. അതിനി CMA ഫൈനൽ എന്നല്ല, ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, CA ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, നിങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയുടെ കാര്യമാണ് ചിലപ്പോൾ എത്ര മണിക്കൂറാണ് നമ്മുടെ അമ്മ. അപ്പോൾ വർക്കിനൊരു കുറവും കാണത്തില്ല. പക്ഷെ സെമി ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേയ്മെന്റ് കാണത്തുള്ളൂ. പക്ഷെ ഫൈനൽ കംപ്ലീറ്റ് ചെയ്തേക്കാണ് ബെറ്റർ പേയ്മെന്റ്, വർക്ക് ലോഡ് കൂടുതലായിരിക്കും. പക്ഷെ ഏതാണ് ബെറ്റർ നിങ്ങൾ ആലോചിച്ച് മതി. കൂടുതൽ ബെറ്റർ പൊസിഷൻ കിട്ടുന്നത് CMA ആണ്. അല്ലെ, CMA എന്ന് പറഞ്ഞ ടാഗ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഫുൾ പവർ കിട്ടും, കൂടുതൽ സാലറി കിട്ടുന്നതല്ലേ നിങ്ങൾക്ക് തന്നെ ബെറ്റർ. അപ്പൊ നിങ്ങൾ അത് ചിന്തിക്കുക, സെമി ക്വാളിഫൈഡ് ആയിട്ടുള്ള CMA കോപ്പി ചെയ്യാൻ നിങ്ങൾ CMA ഇന്റർ സ്ട്രഗിൾ ചെയ്ത് പാസ് ഡെഫിനറ്റ്ലി CMA ഫൈനൽ പാസ് ആൻ പറ്റും. കാരണം ഒരു കാര്യം പറയാം, CMA ഇന്റർ പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സായിട്ട് അഡാപ്റ്റ് ചെയ്യുക, നിങ്ങൾ കോഴ്സുമായിട്ട് അഡാപ്റ്റ് ആയി നിങ്ങൾ കോഴ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. വീണ്ടും നിങ്ങൾ അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു ലെവൽ വരുന്നില്ല, നിങ്ങൾ ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി. എന്ത് പഠിക്കേണ്ട മാർഗവും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഇരിക്കുന്ന അപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഒറ്റ കാര്യം, നിങ്ങൾക്ക് ബ്രില്യൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫൈനൽ എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻസ് ഉള്ള ഇന്റർമീഡിയറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഫൈനൽ ക്ലിയർ. അപ്പൊ ഇത് ഫൈനൽ സ്റ്റുഡൻസ് ഈ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാത്ത അപ്പൊ ആദ്യം കഴിഞ്ഞ അറ്റംപ്റ്റ് വരെ ജസ്റ്റ് സ്റ്റുഡന്റ് മാത്രമായിരുന്നു, ഒരു ഗ്രൂപ്പ് കിട്ടിയ. പക്ഷെ ഇന്ന് പാസിന്റെ ടാഗ് അതല്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. പറഞ്ഞ എനിക്കിപ്പോ ഇംഗ്ലീഷ് കോൺഫിഡൻസ് ആണ്, എനിക്ക് ഭാരമൊന്നുമില്ല, എനിക്ക് തന്നെ വിശ്വാസം. എനിക്ക് വേണമെങ്കിൽ എനിക്ക് സെൽഫ് എംപ്ലോയിഡ് ആവാം, അല്ലെങ്കിൽ നാളെ ഒരു കമ്പനി ജോലി. അഹങ്കാരം അതൊന്നുമല്ല, കോൺഫിഡൻസ് ആണ്. ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പം ബ്രേക്ക് ആവുന്നു, ഇടയ്ക്ക് പറയുന്ന സാർ ബ്രേക്ക് ആവുന്നുണ്ട് ചെറുതായിട്ട്. ഓക്കെ, ശരി. അടുത്തതിലേക്ക് വരാം. ഒരു കാര്യം ഞാൻ പറയുന്നത്, ചിലർക്കുണ്ട് ഇപ്പൊ പറയും ഡ്രീംസ് എന്നൊക്കെ പറയുന്നത്, ഫൈനലി ഡ്രീംസ് ഡോണ്ട് കം ട്രൂ അൺലെസ് യു ഡു ഇറ്റ്. ഈ സ്റ്റേറ്റ്മെന്റ് സ്റ്റാൻഡ് ചെയ്യാറുള്ളൂ. ഞാൻ എപ്പോഴും പറയേണ്ടത് ഡ്രീംസ് ഡോണ്ട് കം ട്രൂ അൺലെസ് യു ഡു ഇറ്റ്. ഒരാൾ പറഞ്ഞാണ്, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആസിഫ് പ്രൊജക്ട് ചെയ്തുകൊണ്ട് ആസിഫിന് ഡ്രീം ആയിരുന്നു CMA ഫൈൻ. ആൻസ്മർ ഇനി പുള്ളിക്കകത്ത് ഇപ്പോ ഡ്രീം മൊമെന്റിലാണ്, പക്ഷെ ആൻസ്മർ ഇനിയും പകുതി ട്രാവൽ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ആസിഫിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഡ്രീംസ് വർക്ക് ആവും അൺലെസ് നമ്മൾ ചെയ്യാതെ ഡ്രീംസ് വർക്ക് ഔട്ട് ആവും. എല്ലാവർക്കും ഡ്രീം ഉണ്ട്. നമ്മള് അത് പറയാനുണ്ടെങ്കിൽ ലൈക്ക് ഡ്രീംസ് ഡു കം ട്രൂ, പക്ഷെ നമ്മൾ അതിനനുസരിച്ചുള്ള എഫേർട്ട് ഇടണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ മെയിൻ ആയിട്ട് നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് കളയുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം പറഞ്ഞ സോഷ്യൽ മീഡിയ. ഞാൻ ഇന്റർ പഠിച്ച സമയത്തല്ല, ഫൈനൽ പഠിച്ച സമയത്ത് ഞാൻ എക്സാം സമയത്തിന് ഒരു 4 months ബാക്ക് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ ലൈക്ക് സെൽഫ് സ്റ്റഡി ആയിരുന്നു. സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ
ക്ലാസ് ഞാൻ വാങ്ങി വീട്ടിലിരുന്ന് പഠിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഒരു 4 months ഞാൻ എവിടെ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ആ സമയത്താണ് ഇരുന്നിട്ട് നമ്മൾ സെൽഫായിട്ടിരുന്ന് പഠിക്കേണ്ടത്. അപ്പം നമ്മൾ എപ്പോഴും ഒരു മെറ്റീരിയൽ ഫോളോ ആവും. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ പറയുന്നുണ്ടാവും, ചിലപ്പോൾ അവർ മെറ്റീരിയൽ കവർ ചെയ്യുന്നുണ്ട്, ഇത് കവർ ചെയ്യും, അത് കവർ ചെയ്യും, അത് നോക്കിയായിരുന്നു, ഇത് നോക്കിയായിരുന്നു. നമുക്കപ്പം ഭയങ്കര പാനിക് സാധനം വരും. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു മെറ്റീരിയൽ ഉണ്ട്, നമ്മുടെ മെറ്റീരിയലിനെ ചോദിക്കത്തുള്ളൂ. ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യുക. നമ്മൾ ബാക്കിയുള്ള എല്ലാ മെറ്റീരിയൽസ് നമ്മൾ കവർ ചെയ്ത് പോകണം നിർബന്ധമില്ല. നമ്മൾ നോക്കുന്ന ഒരൊറ്റ മെറ്റീരിയൽ മതി. ആ ഒരു മെറ്റീരിയലിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നമ്മുടെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ കോൺഫിഡൻസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് പല അപ്രോച്ച് ഉണ്ട്. ഇപ്പോ എന്താ പറഞ്ഞാൽ, ഇപ്പോ ടെസ്റ്റ് എഴുതാതെ പോകുന്നവരുണ്ട്. മസ്റ്റ് ആയിട്ട് എഴുതേണ്ട കാര്യം എന്നാണ്. ഇപ്പം ഇന്റർമീഡിയറ്റ് വരുന്നവർക്കും ആണെന്നുണ്ടെങ്കിലും ഫൈനൽ വരുന്നവർക്കുള്ള, ഫൈനലിലെ പിള്ളേരത്താണ് എക്സ്ക്ലൂസീവ്ലി പറയുന്നത് ടെസ്റ്റ് അറ്റൻഡ് മസ്റ്റ് ആണ്. മസ്റ്റ്. ഞാൻ വേണേ എന്റെ പേപ്പർ എടുത്ത് കാണിച്ചു തരാം. ഞാനിപ്പം ഹലോ സാറേ, ഹലോ. നെറ്റ്വർക്ക് ഇഷ്യൂ കുഴപ്പമില്ല, കണ്ടിന്യൂ. അല്ല, ടെസ്റ്റ് എഴുതുന്ന ടെസ്റ്റ് എഴുതുന്നത് അത് ഭയങ്കര പോയിന്റ് ആണ് പറഞ്ഞു. ടെസ്റ്റ് എഴുതാതെ എക്സാം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അതെ സാറേ. അപ്പം ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് എഴുതണം. നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതണം. പിന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 3 റിവിഷൻസ് വേണം. മിനിമം 3 റിവിഷൻസ് എഴുതിയിട്ട് നമ്മൾക്ക് ഒരു സെൽഫ് അസസ്മെന്റ് വേണം. നമ്മൾ ആ 3 ടെസ്റ്റ് എഴുതുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. പിന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് തന്നെ ഒരു ചിന്ത വരും, ലൈക്ക് നമുക്ക് ഇത്തവണ എഴുതാം, അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വരും. ഇപ്പോ എന്റെ ഗ്രൂപ്പ് 3 കേസ് എടുക്കാനാണെങ്കിൽ ഗ്രൂപ്പ് 3 ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ കിട്ടിയത്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് നിയർലി പോയത് 12 മാർച്ചിന് എനിക്ക് പോയത് 188 ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. എനിക്ക് സബ്ജക്ട് എല്ലാം പാസ്സായി, പക്ഷെ അഗ്രിഗേറ്റ് പാസ്സായില്ല. അപ്പൊ അഗ്രിഗേറ്റ് പാസ്സാവാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഞാൻ ഇന്റർനൊന്നും ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ ഫൈനലിലാണ് അങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഗ്രൂപ്പ് 3 ഭയങ്കര ടഫ് ആയിരുന്നു. അപ്പൊ ഞാൻ പിന്നെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു. പിന്നെ ഫസ്റ്റ് നമ്മൾ ഇടുന്ന എഫേർട്ട്, ഫസ്റ്റ് നമ്മൾ ഒരിക്കലും നമ്മൾ നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ സെക്കൻഡ് നമുക്ക് അത്രയ്ക്ക് ഒരു എഫേർട്ട് ഇടേണ്ടി വരത്തില്ല. നമുക്ക് തന്നെ ആ ഒരു സബ്ജക്ട് നമുക്കൊരു സ്ട്രോങ് ഫീൽ ചെയ്യും ചില സബ്ജക്ട്സിൽ. അന്നേരം നമ്മൾ ടെസ്റ്റും കൂടെ പ്രിപ്പയർ ചെയ്ത് എഴുതുമ്പോഴത്തേക്കിന് നമുക്ക് ഉറപ്പായിട്ടും ലൈക്ക് ആ ഒരു അറ്റംപ്റ്റിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് പിന്നെ ആ ഒരു ചിന്ത അടിക്കേണ്ടി വരത്തില്ല എന്ത് ചെയ്യണം. ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും നല്ലപോലെ. അങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ എക്സാമിന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മൾ ഒരു മെറ്റീരിയൽ ഫോളോ ആവും, സ്റ്റിക്ക് ടു 1 മെറ്റീരിയൽ. വേറൊരു മെറ്റീരിയലും എടുക്കരുത്. വേറെ നമ്മുടെ ഫ്രണ്ട്സ് പല മെറ്റീരിയലും എടുത്ത് നമുക്ക് തരും, പക്ഷെ നമ്മളൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു മെറ്റീരിയൽ, നമ്മുടെ കോൺഫിഡൻസ് ഉള്ള ഒരു മെറ്റീരിയൽ മാത്രം ഫോളോ അപ്പ് ചെയ്ത് പോവാം. അങ്ങനെ ഡെഫിനറ്റ്ലി പാസ് ആവാൻ പറ്റും എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം. ഇപ്പൊ ചിലര് പല മെറ്റീരിയൽ പഠിക്കുന്നവരാണ്. അതിനേക്കാളും ഒരു പ്രധാന കാര്യം എപ്പോഴും 100% എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, 100% സിലബസ് കവർ ചെയ്യണമെന്ന് ചോദിച്ചാൽ 100% സിലബസ് കവർ ചെയ്യണ്ട. ഒരു 90 അല്ലെങ്കിൽ 80% വൃത്തിക്ക് കവർ ചെയ്യുക, അല്ലെ 80%, 85% വൃത്തിക്ക് കവർ ചെയ്യുക. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റണം. ആ ലെവലിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ലീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് ഇല്ല. ചിലപ്പോൾ ചിലർക്ക് 100% പഠിച്ചിട്ട് പോകുന്നവരുണ്ട്. അപ്പൊ എന്റെ ഒരു സ്ട്രാറ്റജി ഏകദേശം ആവശ്യപ്പെട്ടൊക്കെ പറഞ്ഞു പോകുന്നത് ഒരു മെറ്റീരിയൽ ഫോക്കസ് ചെയ്യുക, അതിന്റെ ഗ്രിപ്പ് ഉണ്ടാക്കുക, അല്ലെ അതിനൊരു ഗ്രിപ്പ് ഉണ്ടാക്കുക. മെറ്റീരിയൽ മോസ്റ്റ്ലി സ്റ്റഡിമെന്റിലെ പ്രോബ്ലം തന്നെ ആയിരിക്കും. MTP നോട്ട് ബുക്ക്, ICMA നോട്ട് ബുക്ക് ഇറക്കുന്നുണ്ട്. അപ്പൊ അതിലെ പ്രോബ്ലംസ് ഗ്രിപ്പ് ആണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. രണ്ടാമത് പറഞ്ഞ പോലെ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിൽ തന്നെ 5 ക്വസ്റ്റ്യൻ പഠിക്കത്തുള്ളൂ. നമ്മൾ സെലക്ടീവ് സ്റ്റഡി ആയി പോയി. അപ്പോൾ ആരോഗ്യം 80% പഠിച്ചാൽ മതി. നമ്മൾ സെലക്ടീവ് സ്റ്റഡി എന്താ ചെയ്തത്? 80% ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യുള്ളൂ. 80% ഉദ്ദേശിക്കുന്നത് വെയിറ്റേജ് വെച്ചിട്ടാണ്. അപ്പൊ ഈ വെയിറ്റേജ് ഞാൻ രണ്ടുപേരും കൂടി ചോദിക്കണം. ആദ്യം എടുത്ത് വെയിറ്റേജ് വെച്ച് പഠിക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. വെയിറ്റേജ് വെച്ച് പഠിക്കുന്നത് നമുക്ക് തന്നെ അറിയും. അപ്പൊ ഒരു 70 മാർക്സ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് 70 മാർക്സ് കിട്ടും. വെയിറ്റേജ് വെച്ച് പഠിക്കുന്നത് സാറേ, വെയിറ്റേജ് ഇട്ട് പഠിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ MCQ പക്കയായിരിക്കണം. MCQ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്ന ഫുള്ള് സോൾവ് ചെയ്യണം. പിന്നെ നമുക്ക് MCQ മാത്രം നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടാവോ അതെല്ലാം നമ്മൾ MCQ മാക്സിമം സോൾവ് ചെയ്യാം. MCQ നമ്മൾ ബോധർ ചെയ്യാതെ അത് 30 മാർക്സിനുള്ള സോൾവ് ചെയ്യാം. നമ്മൾ ആ 30 മാർക്സ് കണക്കൂട്ടരുത്. ബാക്കി വരുന്ന ഒരു ക്വസ്റ്റ്യനിൽ മിനിമം ഒരു 3 അറ്റംപ്റ്റ് ചെയ്യാണത്. അതും നമുക്ക് എപ്പോഴും കോൺഫിഡൻസ് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ചിലപ്പം എനിക്ക് കഴിഞ്ഞ എക്സാമിന് എനിക്ക് DT സബ്ജക്റ്റിന് കുറച്ച് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അതായത് വെയിറ്റേജ് വെച്ച് പഠിച്ചു, പക്ഷെ വെയിറ്റേജിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഒരു സബ്ജക്റ്റിന് മാത്രം നല്ല പോർഷൻ വെയിറ്റേജ് വെച്ചു. അപ്പൊ ആ പോർഷൻ സ്കിപ്പ് ചെയ്തവർക്കൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയി മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ ട്രെൻഡ് നമുക്ക് ഫോളോ ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ചില സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ നമ്മൾ മോസ്റ്റ്ലി കൂടുതൽ എന്തായാലും ലൈക്ക് മഷ്യൂർ ആണ്. നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു പേപ്പറിനകത്ത് ഇപ്പൊ ടഫ് പേപ്പർ ആണെങ്കിൽ കൂടി ടഫ് പേപ്പറിൽ എല്ലാവർക്കും ടഫ് ആകത്തില്ല. നമുക്ക് ജയിക്കാനുള്ള ഒരു പെർസെന്റേജ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും കാണും.
ആ ജയിക്കാനുള്ള സാധനം നമ്മൾ കാണും. അപ്പം ആ ജയിക്കാനുള്ള സാധനം നമ്മൾ ആദ്യം ക്രാക്ക് ചെയ്യുക, ആദ്യം കണ്ടുപിടിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് തരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പൊ MCQ കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ 3 ആയിരിക്കും. ചിലപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര ടഫാക്കി കളയും. അപ്പൊ നമുക്ക് ഒരു ടെൻഡൻസി പോകും. ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നവർക്ക് പിന്നീട് ആ ക്വസ്റ്റ്യൻ തന്നെ സ്റ്റക്ക് ആയിരിക്കും. പക്ഷെ ഒരു കാരണവശാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ചെയ്തു ഒരിക്കലും ചെയ്തില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും പാസ്സാക്കാനുള്ള ഒരു വെയിറ്റേജ് മാർക്ക് എപ്പോഴും ആ പേപ്പറിൽ കാണും. അപ്പൊ അത് നമ്മുടെ ഒരു കാലിബർ അനുസരിച്ചിരിക്കും നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള. നമ്മൾ ഒരിക്കലും 30 മാർക്സിൽ ഇത് ചെയ്തിരിക്കരുത്. 30 മാർക്സ് സെപ്പറേറ്റ് അത് സോളിഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ബാക്കിയുള്ളതിൽ നമ്മളൊരു വെയിറ്റേജ് ബിൽഡ് ചെയ്യുക. അത് സെപ്പറേറ്റ് ഭയങ്കര, അതായത് നമ്മൾ ഒരു സ്വന്തം സ്ട്രാറ്റജി ഉണ്ടാക്കുക. നമുക്ക് ഏതാണ് നമുക്കുള്ള ഒരു കംഫർട്ട് സോൺ, നമുക്ക് ഏതാണ് കൂടുതൽ ആൾക്കാർക്ക് ഇപ്പൊ നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏതൊരു സംഭവമാണെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ട് പേപ്പർ ടഫ് ആക്കിയാലും നമ്മളെ ഫെയിൽ ആക്കാൻ പറ്റത്തില്ല. അത് ആ ഒരു സ്ട്രാറ്റജി ആദ്യമേ മൈൻഡിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ള സാധനമുണ്ട്. ഒരിക്കലും ടഫ്, പിന്നെ ഈസി പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമുക്ക് എക്സാംഷൻ സ്കോർ ചെയ്യാന്നാണ് അർത്ഥം. പക്ഷെ ടഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് പാസ് ആവാന്നാണ്. 50 മാർക്സ് എങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരിക്കും ടഫ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും ഈ പറഞ്ഞ കണക്ക് നമ്മൾ പേപ്പർ എഴുതുമ്പോഴത്തേക്കിന് ബാക്കിയുള്ള ഫുൾ അനലൈസ് ചെയ്യുക. ഏതാണ് ടഫ് വരുന്ന ഏരിയ എന്നുള്ളത് അത് സ്കിപ്പ് ചെയ്യുക. ടഫ് വരുന്നത് നമ്മൾ സ്കിപ്പ് ചെയ്തതാണ്. നമുക്ക് അറിയാവുന്ന സാധനം മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യുക, എഴുതുക. പിന്നെ MCQവിൽ വെയിറ്റേജ് വെക്കുക. അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പാസ്സായി പോകുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞ് ഇപ്പം എല്ലാ പേപ്പറും ടഫാക്കി കളയണമെന്ന് നിർബന്ധമില്ലല്ലോ. ബാക്കി നമുക്ക് എക്സംഷൻ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഈ പറഞ്ഞ മാർക്സ് ഇട്ട് നമുക്ക് അഗ്രിഗേറ്റിൽ നമുക്ക് 200 സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ ഈസി ആയിട്ട്. ഓക്കെ.